നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കസാക്കിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസിന്റെ യാത്രാ വിമാനം തകർന്നു വീണതും അതിന്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ വിമാനത്തിനുള്ളിലെ അവസാന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. അതൊരു നോവായി ലോകത്തിന് മുന്നിൽ മാറിയിരിക്കുന്നു. അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനം കസാക്കിസ്ഥാനിൽ തകർന്നു വീഴുന്നതിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു യാത്രികൻ എടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിമാനം തകരുന്നതിന് മുമ്പ് യാത്രക്കാർ വളരെയധികം ഭയമുള്ളവരായി, പരിഭ്രമിക്കുന്ന കാഴ്ചയൊക്കെ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നു. വിമാനം തകർന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യാത്രക്കാരിൽ ചിലരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല. പക്ഷെ ദൃശ്യങ്ങളുടെ ചില ചിത്രങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അപകടത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബഗുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നു വീണത്. 67 യാത്രക്കാരും 5 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. 39 പേർ മരിച്ചു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 29 പേരെ രക്ഷപ്പെടുത്തി. അക്തൗ വിമാനത്താവളത്തിന് സമീപമാണ് അപകടം നടന്നത്. കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനം അക്തൗ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. അപകടത്തിന് മുൻപ് വിമാനം ലാൻഡ് ചെയ്യാൻ പലതവണ ശ്രമിച്ചു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ നിലത്തിടിച്ചിറങ്ങി വിമാനം അഗ്നിഗോളമായി മാറുകയായിരുന്നു. വിമാനം തകർന്നതിന് പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തകർ ഉടൻ സ്ഥലത്തെത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷികൾ ഇടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതിന് സാധ്യത കുറവാണ് എന്ന അഭിപ്രായങ്ങളും ശക്തമാകുന്നുണ്ട്. വിമാനം വഴിതിരിച്ചു വിട്ടത് കാലാവസ്ഥയിലെ പ്രശ്നങ്ങൾ കാരണമാണെന്നും അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും പ്രതികരിച്ചു. അക്തൗ വിമാനത്താവളത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത്. കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനം അക്തൗ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. അപകടത്തിന് മുൻപ് വിമാനം ലാൻഡ് ചെയ്യാൻ പലതവണ ശ്രമിച്ചിരുന്നു. മാനത്ത് പലതവണ വട്ടമിട്ട് പറന്ന ശേഷമായിരുന്നു ഇത് ലാൻഡിങ്ങിലേക്ക് ശ്രമിച്ചത്. ലാൻഡിങ്ങിനിടെയാണ് തീ പടർന്നത്. എന്തായാലും വലിയൊരു അപകടം, ലോകം കണ്ട വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 39ഓളം യാത്രക്കാർക്കാണ് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.